നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇരട്ടത്താപ്പിന് CPM-കാരെ കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ. നിലപാടുണ്ടെന്ന് പറയും, പക്ഷേ നിലപാട് പോയിട്ട് നിലനിൽപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പാർട്ടിയുള്ളത്. പ്രത്യേകിച്ച് MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം യു-ടേൺ അടി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം അത് മാറ്റി പറയും. ചോദിച്ചാലോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് താത്വികമായ കുറെ തള്ളുകൾ തള്ളും. MV ഗോവിന്ദൻ വാപോയ ഒരു കോടാലിയാണ്. ഭൗതികമായ കുറെ ചിന്തകൾ തലയിൽ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് ചില കാട്ടിക്കൂട്ടലുകൾ ഉണ്ട് എന്നല്ലാതെ ഒരു തിരുമണ്ടനാണ്. MV ഗോവിന്ദനെ ഇപ്പോൾ വാരിയെടുത്തിട്ട് അലക്കുകയാണ്. തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നാണ് MV ഗോവിന്ദൻ പൊടുന്നനെ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീവ്രവാദ വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് MV ഗോവിന്ദൻ. എന്തൊരു തമാശക്കാരൻ! അവിടെയും പഴി കോൺഗ്രസിനായിരിക്കും. ഇന്ത്യയിൽ തീവ്രവാദം കൊണ്ടുവന്നത് കോൺഗ്രസ് മാത്രമാണല്ലോ. പക്ഷേ ത്രിപുരയിലേക്ക് 10 ബറ്റാലിയൻ അർദ്ധസൈനിക വിഭാഗത്തെ അയക്കാമെന്ന് രാജീവ് ഗാന്ധി ഓഫർ ചെയ്തപ്പോൾ അതുപോരാ 25 ബറ്റാലിയനെങ്കിലും അടിയന്തരമായി അയക്കണമെന്ന് കേൺ ആവശ്യപ്പെട്ടിരുന്ന ഒരു CPM മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ചുവന്ന കൊടിയില്ല. ആകാശ നീലിമയിൽ ലയിച്ചങ്ങ് പോയി. തീവ്രവാദ വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ കണ്ണൂരിൽ മുഴുപ്പിലങ്ങാട് ഏറ്റവും ഒടുവിലായി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച 8 കൊലക്കേസ് പ്രതികളെയും പെരിയ ഇരട്ടക്കൊലയുടെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന 10 കൊലയാളികളെയും നിരനിരയായി ഇരുത്തി ചുവന്ന മാല്യങ്ങൾ ചാർത്തി ആദരിക്കാനും മറക്കരുത് എന്ന് കട്ടയ്ക്ക് പരിഹസിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശക്തിധരൻ. ആരെ വിട്ടുപോയാലും ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ സഹോദരനെ ആദരിക്കാൻ ഒട്ടും മറക്കരുതെന്നും ശക്തിധരൻ ഓർമ്മിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ചങ്കാണ് ആ കൊലയാളി. നമ്മൾ ഉറങ്ങുമ്പോഴും മുഖ്യമന്ത്രിയുടെ ചങ്കിന് കാവലിരിക്കുന്നവരാണ് അവർ. വായ് മൂടി കെട്ടിവെച്ചിരിക്കുന്ന TP വധക്കേസിലെ മുഴുവൻ കൊലയാളികളെയും തീവ്രവാദ വിരുദ്ധ സദസ്സുകളിൽ ആദരിക്കപ്പെടേണ്ടതാണ്. തീവ്രവാദ സദസ്സിന്റെ മുഖമുദ്ര തന്നെ അതായിരിക്കണം. തീവ്രവാദ വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിക്കാൻ അവകാശമുള്ള ഇന്ത്യയിലെ ഏക പാർട്ടി ഇതാണല്ലോ. എന്തൊരു തമാശക്കാരനാണ് MV ഗോവിന്ദൻ! ഈ പാർട്ടിക്ക് എങ്ങനെയാണ് ഇതുപോലൊരു ചരക്ക് ഒത്തുകിട്ടിയത്? അതോ തട്ടിക്കൂട്ടി എടുത്തതോ എന്നതിലാണ് MA ബേബി പോലും അത്ഭുതം കൂറുന്നത്. കണ്ണൂരിലെ ഒരു വിത്ത് ഒരിക്കലും ഇത്ര പൊട്ടയായിരിക്കുമെന്ന് ആരും കരുതിയില്ല. എന്തായാലും തീവ്രവാദ വിരുദ്ധ സദസ്സുകളെങ്കിലും സംഘടിപ്പിക്കട്ടെ. അബദ്ധത്തിൽ പോലും ആ സദസ്സിൽ മഹാത്മജിയുടെ പേരോ മുഖമോ പ്രദർശിപ്പിക്കരുത്. മഹാത്മജി കൊല്ലപ്പെട്ടപ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഒരു കാര്യത്തിൽ ശാഠ്യം പിടിച്ചിരുന്നു. ഒരിടത്തും പാർട്ടി ഓഫീസുകളിൽ ഗാന്ധിജിയുടെ ചിത്രം വെച്ച് ഹാരാർപ്പണം നടത്തരുത്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും കമ്മ്യൂണിസ്റ്റ് ഓഫീസുകളിൽ ഗാന്ധിജിയെ ബഹിഷ്കരിച്ചിരിക്കുകയായിരുന്നല്ലോ. എന്ത് സ്വാതന്ത്ര്യം? ആരുടെ സ്വാതന്ത്ര്യം? നേരം വെളുത്തത് ഏറെ വൈകിയായിരുന്നല്ലോ. ഡോഗ്മാറ്റിസം എപ്പോഴും അങ്ങനെയാണ്. മാർക്സിസ്റ്റ് ആചാര്യനായ ഗോവിന്ദൻ മാഷും പ്രിയ പത്നി ശ്യാമളയും കൂടി കണ്ണൂരിൽ ജയിലിൽ നിന്ന് PP ദിവ്യയെ ഇറക്കിക്കൊണ്ടുവരുന്ന ദൃശ്യം ഇപ്പോഴും കണ്ണിൽ നിന്ന് പോകുന്നില്ല. ആ ദൃശ്യം ഇനിയും കാണേണ്ടി വരും എന്ന് വെറുതെ ഒന്ന് തോന്നൽ. മക്കൾ വലുതായി വരുന്നതല്ലേ? ഇതായിരുന്നു ശക്തിധരൻ പങ്കുവച്ച കുറിപ്പ്. അതായത് ഇവരുടെ നിലപാടില്ലായ്മയെക്കുറിച്ചാണ് ശക്തിധരൻ പരിഹസിക്കുന്നത്. ഇവർ എങ്ങനെയാണ് തീവ്രവാദ സദസ്സൊക്കെ നടത്താൻ പോകുന്നത്? തീവ്രവാദത്തിനെതിരെ മദനിയെ വിളിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കണം കേട്ടോ കമ്മികളെ എന്ന് CPM-ന് തെറിവിളിയുമുണ്ട്. പാർട്ടി റാലിയിൽ VS എതിർത്ത മദനിയെ കൊണ്ടുവന്ന് വേദിയിലിരുത്തി സൽക്കരിച്ച പിണറായി ഇപ്പോഴും നിങ്ങളുടെ നേതാവ് തന്നെയല്ലേ? കേരളം ഭരിക്കുന്നത് ഇപ്പോഴും അങ്ങേര് തന്നെയാണല്ലോ ഗോവിന്ദ എന്നും ഗോവിന്ദന്റെ പിരിവെട്ടിക്കുകയാണ് മലയാളികൾ. കമന്റ് ബോക്സ് നിറയെ സഖാക്കളുടെ കരണം പുകയ്ക്കുന്ന അടിയാണ്. ജയിലിൽ കിടക്കുന്ന കൊടിസുനി ഗിർമാണി പോലത്തെ സഖാക്കളെ അധ്യക്ഷനാക്കിയാൽ യോഗ നടപടികൾ കൊഴുക്കും. ദേശീയ സെക്രട്ടറിയെ കൃതജ്ഞത രേഖപ്പെടുത്താൻ വെച്ചോളൂ. P ജയരാജൻ തന്നെ ഉദ്ഘാടിക്കട്ടെ. നിരോധിത തീവ്രവാദ സംഘടനയിലെ ഒരു വ്യക്തി CPM പാർട്ടിയുടെ MLA ആയിട്ടുണ്ടല്ലോ. അങ്ങനെ കൊച്ചാപ്പയ്ക്കും വിട്ടുകൊടുത്തു മലയാളികൾ. ആദ്യം അവനെ തൂക്കി പുറത്താക്കുക, എന്നിട്ട് തീവ്രവാദത്തിനെതിരായ സദസ്സ് നടത്തൂ എന്നാണ് CPM-നെ ഓർമ്മിപ്പിക്കുന്നത്. തീവ്രവാദ വിരുദ്ധ സദസ്സും മദ്യ MDMA വിരുദ്ധ ബോധവൽക്കരണവും പിണറായി വിളങ്ങിയിടും തിരുവാതിരയും ഒക്കെ വരേണ്ടേ? ഇങ്ങനെ കമന്റ് ബോക്സിൽ മലയാളികളും കൊടുത്തു നല്ല ഒന്നാന്തരം അടി. CPM-ന്റെ ഗീർവാണമടികളാണ് എല്ലായ്പ്പോഴും ചിരിക്ക് വകയാകുന്നത്. കാരണം വർഗീയതയെ ഞങ്ങൾ തുരത്തുന്നു എന്ന് പറയുന്ന കൂട്ടർ SDPI PFI-കാരുടെ തോളത്തിട്ട് നടക്കുന്ന കാലം
നമ്മൾ കണ്ടതാണല്ലോ. ആ ടീംസാണ് തീവ്രവാദത്തിനെതിരെ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് ഡയലോഗ് അടിക്കുന്നത്. കേരളത്തിൽ പല പഞ്ചായത്തുകളിലും CPM അധികാരം പിടിച്ചിരിക്കുന്നത് ഈ SDPI പിന്തുണയിലാണ്. പക്ഷേ അത് തുറന്നു പറയാൻ ഇവരാരും തയ്യാറാകില്ല. പക്ഷേ പകൽ വെളിച്ചത്തിൽ SDPIക്കാരെ കണ്ടാൽ മാറി നിൽക്കെന്ന് പറയുകയും ചെയ്യും. തീർന്നില്ല. ആലപ്പുഴയിൽ ഒരു മുദ്രാവാക്യം ഉയർന്നിരുന്നല്ലോ, അരിയും മലരും കുന്തിരിക്കവും വാങ്ങിവെച്ചോ, നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്നുള്ള ഒരു മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഉയർന്നപ്പോൾ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. ആ മുദ്രാവാക്യം നിർത്തൂ എന്ന് പറയാൻ പോലും ഈ പോലീസിന് കെൽപ്പുണ്ടായില്ല. കാരണം അന്ന് അവിടെ സമരം നടത്തിയത് SDPI PFIക്കാരായിരുന്നു. അവർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ തൊപ്പി തെറിക്കുമെന്ന് പോലീസുകാർക്ക് അറിയാവുന്നതുകൊണ്ടും പിന്നെ വെട്ട് കിട്ടുമോ എന്നുള്ള ഭയം കൊണ്ടും അവർ മിണ്ടാതിരുന്നു. തീർന്നില്ല. തൃത്താല ദേശോത്സവത്തിൽ നടന്നത് നിങ്ങൾ മറന്നോ? ഹമാസ് ഭീകരവാദികളുടെ ചിത്രങ്ങൾ ഉയർത്തിയായിരുന്നു അന്ന് തൃത്താല ദേശോത്സവത്തിൽ ചില പരിപാടികൾ അരങ്ങേറിയത്. അവിടെയും പോലീസുകാരുണ്ടായിരുന്നു. അതിനെ എതിർക്കാൻ അവർ തയ്യാറായില്ല. അതുമാത്രമല്ല, അന്ന് ആ സംഭവം നടക്കുമ്പോൾ അവിടെ CPMന്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, MP രാജേഷ് പോലും അതിനെ എതിർക്കാൻ തയ്യാറായില്ല. എതിർക്കാൻ അവർക്ക് കെൽപ്പില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. തീർന്നില്ല. വഖഫ് നിയമത്തിനെതിരായി പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ചെയ്തതെന്താണ്? ഹസനുൽ ബന്നയുടെയും കുത്തുബിന്റെയും ഒക്കെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രകടനങ്ങൾ നടത്തിയത്. ഓർക്കണം, ഇരുകൂട്ടരെയും മുസ്ലിം രാജ്യങ്ങൾ പോലും എതിർത്ത, അവർക്ക് വിലക്കേർപ്പെടുത്തിയതാണ് ഈ കുത്തുബിനും അതുപോലെ തന്നെ ബന്നയ്ക്കും. ഇവരെയൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ഒരു വിഭാഗം മുദ്രാവാക്യം വിളികൾ മുഴക്കുന്നത്. അതായത് തീവ്രവാദികളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ട്. അതിനെല്ലാം മൗനം പാലിക്കുന്ന ഈ CPMകാരാണ് ഞങ്ങളിപ്പോൾ തീവ്രവാദത്തിനെതിരെ സദസ്സ് നടത്തുമെന്ന് പറയുന്നത്. ഇവരിങ്ങനെയാണ്. പലതിൻ്റെയും തോളത്ത് കൈയിടുകയും ചെയ്യും, എന്നിട്ട് ഞങ്ങൾ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുമെന്ന് പറയും. മുൻപ് ഈ പറയുന്നത് പോലെ തന്നെ MDMAയ്ക്കും ലഹരിക്കുമൊക്കെ എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പകൽ ഇവർ കൈകോർത്ത് പിടിച്ച് മതിലൊക്കെ തീർക്കും, രാത്രിയാകുമ്പോൾ ഇക്കൂട്ടരെല്ലാവരും ചേർന്ന് കൂട്ടിയിട്ട് കത്തിക്കും. ഇതാണ് ഇവരുടെ ഒരു രീതി. ഏതായാലും ശക്തിധരൻ ഇപ്പോൾ പൊളിച്ചടുക്കിയിട്ടുണ്ട്. നല്ല കൃത്യമായ അടിയാണ് MV ഗോവിന്ദനൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. MV ഗോവിന്ദനൊക്കെ നിലപാടുണ്ടെന്ന് പോലും പറയരുത്. കാരണം നിലനിൽപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ ഗോവിന്ദനാണ് എനിക്ക് നിലപാടുണ്ടെന്ന് പറയുന്നത്. ഇവർ എത്രയോ വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കില്ല എന്ന് പറയുകയും വർഗീയതയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന, അതായത് ഒളിഞ്ഞും തെളിഞ്ഞും, പ്രത്യേകിച്ച് അധികാരം കിട്ടുന്നതിന് വേണ്ടി, അധികാര കസേരയ്ക്ക് വേണ്ടി വർഗീയതയുടെ തോളത്ത് കൈയിടുന്ന കൂട്ടരുമാണ്. RSSന്റെ നേതാവൊക്കെ പിണറായി വിജയന്റെ വളരെ അടുത്ത ആളാണല്ലോ. പോയി BJPയുടെ മുൻപിൽ നട്ടെല്ല് വളച്ച് നിൽക്കുന്നതും പിണറായി. എന്നിട്ടാണ് ഇമാതിരി വാചകമടിയൊക്കെ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.